ഹായ് കൂട്ടുകാരെ, ഇന്ന് ഇലന്തപ്പഴം പരിചയപ്പെടുത്താം. ഇതാണ് ഇലന്തപ്പഴം. ഇലന്തപ്പഴം രണ്ട് തരത്തിലുണ്ട്. കാട്ടിലന്തപ്പഴവും നാട്ടിൽ വളരുന്നതും. കാട്ടിലെ ഇലന്തപ്പഴം വളരെ ചെറുതാണ്. അത് നല്ല ടേസ്റ്റുള്ള ഒരു കുഞ്ഞിപ്പഴമാണ്. ഇതും നല്ല സ്വാദാണ്. ആപ്പിൾ പോലെ നമുക്ക് തോന്നും. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഇത് ഉപയോഗിക്കുന്ന വിധവും പരിചയപ്പെടുത്താം. വർഷം മുഴുവൻ കായ്ഫലം തരുന്ന ഒരു പഴവർഗ്ഗമാണ് ഇലന്ത. ഇത് നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈ വാങ്ങാൻ കിട്ടും. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട്. ഇത് മുളക് പൊടിയും ഉപ്പും കൂട്ടി മാങ്ങ കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. തോലോടുകൂടിയാണിത് കഴിക്കാൻ നല്ല സ്വാദ്. തോല് ചെത്തിയും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പഴത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയ്ക്ക് ഉത്തമമാണ് ഇത് കഴിക്കുന്നത്. മുട്ടുവേദന, കാലുവേദന മുതലായ വേദനകളെയൊക്കെ കുറയ്ക്കാൻ ഇതിന് കഴിയും. കാരണം ഇതിൽ നല്ല തോതിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട്. ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ ഈ ഒരു പഴത്തിന് സാധിക്കുമത്രേ. ഈ സമയത്ത്, അതായത് ജനുവരി ഫെബ്രുവരി സമയത്ത് ധാരാളം ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത്ര വിലയൊന്നുമില്ല. വളരെ നല്ല ഒരു ഭംഗിയാണ് ഇതിനെ കാണുമ്പോൾ. നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങിക്കാൻ തോന്നും. പച്ച ആപ്പിളാണെന്നൊക്കെ തോന്നും. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസായിട്ടാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ നല്ലത്. അപ്പം ഞാൻ ഇത് വെച്ചുകൊണ്ടുള്ളൊരു ജ്യൂസാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഔഷധ ജ്യൂസ് കൂടി ആണെന്ന് പറയട്ടെ. ഒരു ദോഷവും വരുത്താത്ത ഒരു ഔഷധക്കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിയുമ്പോൾ ഒരു ഭാഗം വലുതായും ഒരു ഭാഗം ചെറുതായും നുറുക്കുക. അല്ലെങ്കിൽ ഈ കുരു, ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന കുരുവിൽ കത്തി തട്ടും. അപ്പം ഇതിൻ്റെ നടുക്കൊരു കുരു ഉണ്ട്. അപ്പോൾ കുരു നമുക്ക് കളഞ്ഞ ശേഷം ഇങ്ങനെ നുറുക്കിയെടുക്കാം. കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം. തോല് കളയേണ്ട ആവശ്യമില്ല. ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇലന്തപ്പഴത്തോടൊപ്പം മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായും. ഇതെല്ലാം നമുക്ക് ഈ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ആരോഗ്യപ്രദമായ ഒരു ജ്യൂസാണെന്ന് കൂടി പറയട്ടെ. ഇനി ഇതോടൊപ്പം ഷുഗറുള്ള ആളുകൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഷുഗറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കറക്കിയെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് അടിച്ചെടുത്ത് അരിച്ച് ഉപയോഗിക്കാം. ഇത് നല്ല പോലെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരിപ്പ വെച്ച് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വേനൽക്കാലത്ത് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനൊരു ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് ദാഹമകറ്റാനും ഉപകരിക്കും. മുഴുവനും ഇതുപോലെ അരിച്ചു മാറ്റാം. ഇത് ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതൊരു ഔഷധ ജ്യൂസാണ്. അപ്പോൾ ഇത് മധുരമില്ലാതെ കുടിക്കുമ്പോൾ നല്ല കയ്പുണ്ടാവും. മധുരം ചേർത്ത് നല്ല അളവിൽ മധുരം ചേർക്കണം. ചേർത്താൽ മാത്രമേ ഇതിന് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ. നല്ല ഔഷധമായി ഉപയോഗിക്കുകയാണെങ്കിൽ മധുരം കുറച്ച് ചേർത്താൽ മതിയാകും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല മധുരം വേണം അവർക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഞ്ചിയുടെ അളവ് ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ മല്ലിയിലയും ഒരുപാടൊന്നും ചേർക്കരുത്. നല്ലൊരു ജ്യൂസാണ്. കുറച്ചെടുത്ത് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. സ്വാദിന് വേണ്ടിയല്ല, നമ്മുടെ
ശരീരത്തിന് അധികം കാൽസ്യം ലഭിക്കും. അതുപോലെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെയൊക്കെ തടയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സ്വാദിൻ്റെ പിന്നാലെ പോവാതെ ഇങ്ങനെ ആരോഗ്യപരമായ ആഹാര വസ്തുക്കൾ കൂടി ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. രാത്രി ആഹാരത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇതൊരു ഗ്ലാസ് കുടിച്ച് കിടന്നാൽ രാവിലെ നമുക്ക് നല്ല ശോധനയും കൂടെ ലഭിക്കും.